ഇവിടെ ഒരാൾ ബബിൾ ഗമ്മിനകത്ത് ഒരു ചെറിയ ബോംബ് സെറ്റ് ചെയ്യുന്നു. എന്നിട്ട് സിഗരറ്റിനകത്ത് അതിന്റെ ഫ്യൂസും സെറ്റ് ചെയ്ത് മാർക്ക് ചെയ്ത് വെക്കുന്നു. അതിനുശേഷം പുറത്തേക്ക് വന്നവൻ പോലീസുകാരുടെ മുന്നിൽ ഒരു ക്രിമിനലിനെ പോലെ ബിഹേവ് ചെയ്യുന്നു. ദേഷ്യം വന്ന പോലീസുകാർ അവനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുന്നു. അവന്റെ ആവശ്യവും അത് തന്നെയാണ്. അവിടെ വെച്ച് അവൻ മറ്റൊരാൾക്ക് കത്തി കൊടുക്കുന്നത് കാണുന്നു. ഫുഡ് കൊടുക്കുന്ന ടൈമിൽ ഇവൻ അവിടെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്ത് അവൻ അറിയാതെ തന്നെ അവന്റെ കയ്യിൽ നിന്ന് ആ കത്തി എടുക്കുന്നു. അതിനുശേഷം ഒരു സ്ഥലത്ത് വിശ്രമിക്കുമ്പോൾ ഒരു മാഫിയ ലീഡറിന്റെ അടുത്തേക്ക് ഒരാൾ നടന്നു വരുന്നത് കാണുന്നു. അവനെ കണ്ടപ്പോൾ ഇവൻ എന്തോ പന്തികേട് തോന്നുന്നു. നോക്കുമ്പോൾ അവൻ മാഫിയ ലീഡറിനെ കൊല്ലാൻ വന്നതാണ്. പെട്ടെന്ന് ഇവൻ തന്റെ കയ്യിലിരുന്ന കത്തിയെറിഞ്ഞ് അവനെ കൊല്ലുന്നു. അത് കണ്ട മാഫിയ ലീഡറിന് അവനോടൊരു ഇഷ്ടം തോന്നുന്നു. അയാൾ ഇവനെ തന്റെ റൂമിലേക്ക് വിളിപ്പിക്കുന്നു. പക്ഷെ ഇവനും തന്നെ കൊല്ലാനായാണ് ഇവിടേക്ക് വന്നിരിക്കുന്നതെന്ന് അയാൾക്കറിയില്ല. അയാൾ ശ്രദ്ധിക്കാതെ നിന്ന സമയം ഇവൻ പുറകിലൂടെ വന്ന് അയാളെ ശ്വാസം മുട്ടിക്കുന്നു. ബോധം മറിഞ്ഞ അയാളെ വൈനിൽ എന്തോ മിക്സ് ചെയ്ത് കുടിപ്പിച്ച് കൊല്ലുന്നു. അകത്ത് നിന്ന് എന്തോ ശബ്ദം കേട്ട് അയാളുടെ ആൾക്കാർ അകത്തേക്ക് വരുന്നു. നോക്കുമ്പോൾ അപ്പോഴേക്കും ഇവൻ അയാളെ പ്രാർത്ഥിക്കുന്നത് പോലെ ഇരുത്തി അവരോട് ശല്യം ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് പോകുന്നു. ഇവൻ അവിടെ നിന്ന് പോയി കഴിഞ്ഞതും ജയിലിൽ അപായമണി മുഴങ്ങുന്നു. എല്ലാവരും പാനിക്കായ ടൈമിൽ ഇവൻ അവിടെയുള്ള മതിലിൽ ബോംബ് വെച്ച് തകർത്ത് അവിടെ നിന്ന് രക്ഷപ്പെടുന്നു.